ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് കല്ലുപ്പിട്ട് നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുക്കുക. എന്നിട്ട് അത് നമ്മൾ വെള്ളം വാരുവാനായിട്ട് വയ്ക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഈ ചിക്കൻ പീസസിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം വാരുവാനായിട്ട് വെക്കേണ്ടത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ അതിലേക്ക് ചിക്കൻ പീസസിലേക്ക് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ ഒരു അരമണിക്കൂറോളം വെക്കുന്നത് നല്ലതാണ്. ഇനി വേണ്ടത് തക്കാളിയുടെ നീരാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 തക്കാളി എടുക്കുക. എന്നിട്ട് അത് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഓരോ തക്കാളിയും വരഞ്ഞതിന് ശേഷം അത് ഒരു ചീനച്ചട്ടിയിലേക്കിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഈ തക്കാളിയെല്ലാം മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഈ തക്കാളിയെല്ലാം ആ വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തക്കാളിയുടെ തോലെല്ലാം വെന്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ വെന്ത് തുടങ്ങിയാൽ നമ്മൾ കുറച്ച് നേരം കൂടെ ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ തക്കാളിയെല്ലാം വെള്ളത്തിൽ നിന്നും എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തോലെല്ലാം ആദ്യം തന്നെ മാറ്റാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ കുരുവാണ് കളയേണ്ടത്. തക്കാളിയുടെ പൾപ്പ് മാത്രമാണ് നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തോലും കുരുവും വളരെ ശ്രദ്ധയോടുകൂടി മാറ്റിയെടുക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വിധത്തിൽ വേണം തക്കാളിയുടെ കുരുവെല്ലാം മാറ്റേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ പൾപ്പ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തക്കാളിയുടെ കുരുവെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മാറ്റാവുന്നതാണ്. ചൂടാറിയതിന് ശേഷമായിരിക്കണം നമ്മളിങ്ങനെ കത്തി ഉപയോഗിച്ച് തക്കാളിയുടെ കുരു മാറ്റേണ്ടത്. ഓരോ തക്കാളിയും എടുത്ത് അത് 4 മുറിച്ചതിന് ശേഷം വേണം കത്തി ഉപയോഗിച്ച് നമ്മൾ കുരു മാറ്റിയെടുക്കേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, കാരണം കുരു ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും തക്കാളി പേസ്റ്റിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് കുരു പൂർണ്ണമായും മാറ്റുവാൻ ശ്രമിക്കുക. ഇങ്ങനെ മാറ്റിയെടുത്ത തക്കാളിയുടെ പൾപ്പ് മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടും. എന്നിട്ട് നമ്മളത് അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് കുരുവെല്ലാം മാറ്റിയെടുത്ത തക്കാളിയുടെ പൾപ്പ്. ഇത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കലാണ്. അതിനായിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കാം. ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഓരോ മസാല പൊടികൾ ആഡ് ചെയ്തിട്ട് നമ്മളത് വറുത്തെടുക്കണം. എന്തോരം ചിക്കൻ ഉണ്ടോ അതനുസരിച്ചുള്ള അളവിൽ വേണം നമ്മൾ ഓരോ മസാല പൊടികളും എടുക്കേണ്ടത്. ആദ്യം എടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കൂടുതൽ അളവിലെടുക്കണം. മല്ലിപ്പൊടി അപ്പോൾ നമുക്കിവിടെ ഒരു 3 സ്പൂൺ എടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 2 സ്പൂൺ. പിന്നെ വേണ്ടത് മുളക് പൊടി, അതും നമുക്ക് 2 സ്പൂൺ എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കി ഈ മസാലപ്പൊടിയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വറുത്തെടുക്കണം. കൂടാതെ നമ്മൾ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടി ഈ മസാല മിക്സിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ എടുത്ത പൊടികൾ ഒന്നും കൂടെ പറയാം. ആദ്യം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അവസാനം എടുത്തത് ഗരം മസാലയുടെ പൊടി. ഇനി ഇവയെല്ലാം നമ്മളെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ വറുത്തെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെയാണ് നമ്മൾ ഈ മസാലപ്പൊടികളെല്ലാം വറുത്തെടുക്കുന്നത്. ബ്രൗണിഷ് കളറായി കഴിഞ്ഞാൽ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റും കൂടെ നമ്മളിങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷവും നമ്മൾ ഇളക്കണം. അപ്പോൾ നമ്മുടെ മസാല മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ ഓണാക്കി പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. കല്ലുപ്പ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സവോള വേഗം വാടുന്നതിന് വേണ്ടിയാണ്. കല്ലുപ്പിട്ട് കഴിയുമ്പോൾ സവോള വേഗം തന്നെ വാടുന്നതായിരിക്കും. സവോള വാടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പില കഴുകിയെടുത്ത് വെച്ച വേപ്പില അതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ നുറുക്കി വെച്ച നീളൻ പച്ചമുളക് അല്ലെങ്കിൽ കറിമുളക് അതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 4-5 കറിമുളക് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. 2 മിനിറ്റോളം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് വേവിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ചു വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതോടൊപ്പം ചതച്ചു വെച്ച ഇഞ്ചിയും ആഡ് ചെയ്യേണ്ടതാണ്. ഇവയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരുവിധം എല്ലാനും വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മസാല മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക.
2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യുക. ചിക്കനുമൊക്കെ മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് മൂടി വെച്ച് വേവിക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് മൂടിക മാറ്റി നമ്മൾ ചിക്കനൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം ചിക്കൻ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. മൂടി വെച്ച് തന്നെ വേവിക്കണം. അതോടൊപ്പം തന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് കുറച്ച് സമയം ഇടവേള കൊടുത്തുകൊണ്ട് നമ്മൾ ചിക്കനൊന്ന് ഇളക്കിയും കൊടുക്കേണ്ടതാണ്. ചിക്കൻ ഒരു ഹാഫ് കുക്കഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ അരച്ചു വെച്ച പൾപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചിക്കൻ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കുറച്ച് നേരം അടച്ചു വെച്ച് ചിക്കൻ വേവിക്കുക. ഇടവേള കൊടുത്തുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ചിക്കൻ ഇളക്കാനും മറക്കരുത്. വേണമെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റിവെച്ച കുരുവിൻ്റെ ആ ഭാഗം ഒരു അരിപ്പയിലേക്കിട്ട് പിഴിഞ്ഞെടുത്താൽ കുറച്ചും കൂടെ തക്കാളി നീര് നമുക്ക് കിട്ടും. അതും കൂടെ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുരു ഒരിക്കലും ആഡ് ചെയ്യരുത്. തക്കാളിയുടെ നീര് മാത്രമാണ് നമ്മൾ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ചിക്കനിൽ കാണുന്ന ഗ്രേവി കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ ഹാഫ് കുക്കഡേ ആയിട്ടുള്ളൂ. ഫുൾ കുക്കഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് തുറന്ന് നോക്കുകയും വേണം. തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഒരു നല്ലവണ്ണം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് ചൊറുക്ക ഇതിലേക്ക് ആഡ് ചെയ്യണം. ചൊറുക്ക നമ്മൾ ആഡ് ചെയ്യുന്നത് ചിക്കനിൽ രുചി കൂടുവാനും അതോടൊപ്പം നല്ലൊരു സ്മെല്ലും കിട്ടുന്നതിന് വേണ്ടിയാണ്. ഒരു കയ്യിൽ ചൊറുക്ക മാത്രം ഒഴിച്ചാൽ മതിയാവും. ഇതാ നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട്. നിങ്ങൾക്ക് തീരെ ഗ്രേവി വേണ്ടെങ്കിൽ അത് വറ്റിച്ചെടുത്ത് ഡ്രൈ പോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കേരള സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തുക. കൂടാതെ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.